ഇന്ന് ഞങ്ങൾ തുള്ളിച്ചാടി പോകുന്നത് ഗുരുവായൂരിലേക്കാണ് കേട്ടോ. ഗുരുവായൂരപ്പനും ആനയും ഗുരുവായൂർ പാൽപ്പായസവും എന്നും മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് അല്ലേ. നല്ല വഴിക്കലുണ്ട്, നല്ല മഴക്കാലമാണ്. കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോൾ ഞങ്ങൾ ഓടിച്ചാടി പോവുകയാണേ. കാരണം റിയാനെ അവിടെ കൊണ്ടുപോകാന്ന് ഒരു നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ റിയാൻ ഉറങ്ങിപ്പോയി കേട്ടോ. റിയാൻ ഇതുപോലെ സ്വന്തമായിട്ട് പോയി കൈ കഴുകുന്നു, ഫുഡ് കഴിക്കുന്നു, സ്വന്തമായി നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മനസ്സ് നിറയുകയാണ്. എൻ്റെ ഈ അവസ്ഥ എല്ലാ അമ്മമാർക്കും പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും അല്ലേ. നമ്മളിവരെ വീട്ടിൽ നിന്ന് ഒരു ഫുഡ് വാരി കൊടുക്കുന്നത് തന്നെ കഴിച്ചൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പാടുപെടുന്നുണ്ട് അല്ലേ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് കാണാനും അറിയാനും പറ്റുന്നത്. നമ്മുടെ അസാന്നിധ്യത്തിലും ഇവർ നല്ല അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. ഞങ്ങൾ ഈ സമയത്ത് വേറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബസ്സിൻ്റെ സമയം മാത്രം നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മൾ റോഡിലുള്ള പല കാഴ്ചകളും റിയാൻ അങ്ങനെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അവനങ്ങനെ കൂടുതലൊന്നും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മേ റോഡിൽ എന്തിനാ പോലീസൊക്കെ മഴയത്ത് നനഞ്ഞ് നിൽക്കുന്നതെന്നും അങ്ങനെ അതുപോലെ പല പല സംശയങ്ങളായിരുന്നു. ഇതുപോലെ നനഞ്ഞ് കാറ്റത്ത് ആടി നിൽക്കുന്ന ആലിലകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭാരതപ്പുഴയുടെ അടുത്തെത്തിയിട്ടോ. അപ്പോഴും നമ്മൾ കുറേ സമയമൊക്കെ ഉറങ്ങി, കുറേ എന്തൊക്കെയോ ഫുഡൊക്കെ കഴിച്ചു. ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല മഴയായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. റോഡൊക്കെ നല്ല പഞ്ചറായിരുന്നു കേട്ടോ. അങ്ങനെ ഗുരുവായൂർ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു മഴയും ഗുരുവായൂരിലെ ആംബിയൻസും എന്ന് പറയുന്നത് അതൊരു എനിക്ക് വർണ്ണിച്ച് തരാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നെങ്കിലും ഞങ്ങൾ ഭയങ്കര ഫ്രീ ആയിരുന്നു. ഞാനും അമ്മയും റിയാനും ആയിരുന്നു കേട്ടോ. ഗുരുവായൂർ പല കാഴ്ചകളും പുതുതായിരുന്നു എനിക്കിന്ന്. ആന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഗുരുവായൂർ അമ്പലമാണല്ലേ ആദ്യം ഓർമ്മ വരുന്നത്. അതും കാണാൻ പറ്റി. അടിപൊളി വൈബായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നനഞ്ഞ ഗുരുവായൂർ അമ്പലം കാണുന്നത് തന്നെ ഭയങ്കര മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും ഗുരുവായൂരപ്പനെ കാണണം, തൊഴണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോട് വന്നതാണെങ്കിലും ചിലരുടെ ഉദ്ദേശശുദ്ധി അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അവൻ ഞങ്ങളെ നന്നായിട്ട് മുതലാക്കി നല്ല ടോയ്സൊക്കെ വാങ്ങിപ്പിച്ചു. പിന്നെ അവിടെയുള്ള ഡ്രോയിങ് ഒക്കെ കണ്ടപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡായി. അതൊക്കെ ഇങ്ങനെ വരയ്ക്കാനും ഒക്കെ കുറേ സമയം അതിന് വേണ്ടിയിട്ട് അവൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ആകെ പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത് റൂം കിട്ടുക എന്നുള്ളതായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് പൂവൊക്കെ ചാർത്തി അമ്മ രാവിലെ ക്യൂ നിന്നത് കൊണ്ട് തന്നെ 6 മണിക്കൂർ മാത്രമേ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ കാലമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഗുരുവായൂരേക്ക് വരണം എന്നുള്ളത്. പക്ഷേ വന്ന് എത്തിയ സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ.